പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇഫ്താർ സ്പെഷ്യൽ ഇളനീർ പുഡിംഗ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ട ഇളനീര് നമുക്ക് എടുത്തു വയ്ക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചൈന ഗ്രാസാണ്. 10 ഗ്രാമിൻ്റെ ഒരു ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 5 ഗ്രാം വീതം 2 പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് നേരം മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനിയിപ്പോൾ ഒരു ഇളനീര് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു കപ്പ് വെള്ളം കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് മൂപ്പായ ഇളനീരാണ് കിട്ടിയിരിക്കുന്നത് പുഡിങ്ങിനൊക്കെ പറ്റി. ഇനിയിപ്പോൾ ആ ഇളനീര് ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുത്തിട്ട് നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ട് ഇങ്ങനെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അത് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാചകം ചെയ്യാൻ തുടങ്ങാം. അതിന് ആദ്യം തന്നെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഇളനീര് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കപ്പ് ഇളനീര് വെള്ളമാണ് കിട്ടിയത്, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓണാക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇളനീര് വെള്ളത്തിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, എന്നാലും കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് 20 മിനിറ്റ് നേരം ഉരുക്കി വെച്ച മെൽറ്റായിട്ടുണ്ട് ആ ചൈന ഗ്രാസും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇങ്ങനെ നല്ലതുപോലെ ചൂടാക്കി മിക്സ് ചെയ്ത് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് തിളച്ച ചൈന ഗ്രാസ് ഇങ്ങനെ ഇനിയിപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അരിപ്പയിലൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ നല്ലോണം തണുത്ത് സെറ്റായി കിട്ടും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ സെറ്റാവാൻ അവിടെ വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കുപ്പി പാലൊഴിച്ച് കൊടുക്കുക. പാലിപ്പോൾ അങ്ങനെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ 5 ഗ്രാം ചൈന ഗ്രാസ് മറ്റൊരു പാത്രത്തിൽ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, അതും കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ആ ചൈന ഗ്രാസും കൂടി ഒഴിച്ചിട്ട് മറ്റൊരു പാത്രത്തിൽ അത് ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ ചൈന ഗ്രാസും ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി ഇങ്ങനെ നിൽക്കട്ടെ. പാലിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അടിച്ച് വെച്ചില്ലായിരുന്നു ആ ഇളനീരിൻ്റെ പൾപ്പ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല അടി പിടിക്കാതെ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. പുഡിങ്ങിൽ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിൽ പുഡിങ് കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇനി ആ ചൂടാക്കി വെച്ച ചൈന ഗ്രാസും കൂടി അരിപ്പയിലൂടെ ഇങ്ങനെ ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ആ സ്റ്റൗവ് ഓഫാക്കുക. അപ്പം ഇനി നമുക്ക് ആ ഗ്ലാസ് പുഡിങ് എന്തായി നോക്കുക. അപ്പോൾ അത് കണ്ട് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വലിയ പീസായിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ അത് ഭംഗി ഉണ്ടാവില്ല. കട്ട് ചെയ്യുമ്പോഴും അതിങ്ങനെ മുറിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇത് കണ്ടോ, അതിങ്ങനെ ഇതുപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. നല്ല ഭംഗിയുണ്ട് കാണാൻ, ചില്ല് പോലെ ഉണ്ടല്ലോ. ഇതിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കുക. നമുക്കൊരു പുഡിങ് ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഞാനിതൊരു ബൗളിലാണ് ചെയ്യുന്നത്. ഇതുപോലെ ആ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ ഗ്ലാസ് പുഡിങ് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് ചൂടാറിയതിൻ്റെ ശേഷം ആ പാലൊഴിച്ചുണ്ടാക്കിയ പൾപ്പ് കൊണ്ടുണ്ടാക്കിയ ആ പുഡിങ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. കട്ട ഇല്ലാതെ നോക്കണം. അതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഈ സമയത്ത് ഒന്നും കൂടെ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ മേലെ ആ ഗ്ലാസ് പുഡിങ്ങും കൂടി ഇങ്ങനെ വയ്ക്കുക. കുറച്ചൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഗ്ലാസ് പുഡിങ് ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നിങ്ങളുടെ കയ്യിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക. എൻ്റെ കയ്യിൽ നട്ട്സൊന്നും ഇല്ലെന്ന്, അപ്പം ഞാനൊരു ബ്ലൂബെറിയാണ് വെച്ച് കൊടുക്കുന്നത്. വെച്ചതിന് ശേഷം നമുക്കൊരു 3 മണിക്കൂർ നേരം സെറ്റാവാൻ വേണ്ടി വയ്ക്കുക ഫ്രിഡ്ജിൽ. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായതിൻ്റെ ശേഷം നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞിട്ടത് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇത് ഡീമോൾഡ് ചെയ്യുക.
അത് കണ്ടോ, നല്ല ഭംഗിയുണ്ട്. അതിന് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ, നല്ല രസമാണിത് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. വായിലിട്ട് അലിഞ്ഞ് പോവും. നിങ്ങളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.